الحمد لله الملك القدوس السلام مجري الليالي والأيام ومجدد الشهور والأعوام وأشهد أن لا إله إلا الله وحده لا شريك له جعل الشهر المحرم فاتح شهور العام وأشهد أن نبينا محمدا عبد الله ورسوله سيد الأنام وبدر التمام ومسك الختام صلى الله عليه وسلم وبارك عليه وعلى آله الكرام وأصحابه البررة الأعلام والتابعين لهم بإحسان ما تعاقب النور والظلام أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين വിശ്വാസികളെ, സർവശക്തനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ് മസ്തതാഅ്. സഹോദരന്മാരെ, ഒരു പുതുവർഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആ പുതുവർഷത്തെ പറ്റിയുള്ള ഏതാനും ചില ചിന്തകളാണ് ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. ഒരു കർഷകൻ വലിയ തണൽ നൽകുന്ന വൃക്ഷം നടാൻ വേണ്ടി ഒരു വിത്ത് കൊണ്ടുപോയിട്ട് പാറക്കെട്ടുകളിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിതച്ചു. എന്നും പോയി നോക്കും, പക്ഷേ ആ വിത്ത് ഇട്ടതുപോലെ അതിനൊരു വളർച്ചയോ അതിന് നാമ്പ് പൊട്ടുകയോ ചെയ്യുന്നില്ല. മറ്റൊരു കൂട്ടുകാരൻ വന്നുകൊണ്ട് പറഞ്ഞു, ഈ വിത്ത് ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു മണ്ണിലേക്ക്, വളമുള്ള മണ്ണിലേക്ക് മാറ്റിയാൽ മാത്രമേ ഇതിൽ കായ് നൽകുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് വളരുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അയാൾ ആ വിത്ത് മാറ്റി നട്ടു. അതനുസരിച്ച് എല്ലാവർക്കും തണൽ നൽകുന്ന ഒരു വലിയ ഫലം നൽകുന്ന വൃക്ഷമായി അത് മാറി എന്നുള്ളതാണ് സംഭവം. സഹോദരന്മാരെ, ഇതൊരു സംഭവമാണെങ്കിലും ഇതിൽ നമുക്കൊരു പാഠമുണ്ട്. നാം ഒക്കെ വിശ്വസിക്കുന്ന വിശ്വാസ കാര്യങ്ങൾ, അതിൻ്റെ അന്തരീക്ഷം, ചുറ്റുപാട്, നാം ജീവിക്കുന്ന ചുറ്റുപാട് നാം നോക്കണം. ഒരു പക്ഷേ നമ്മുടെ വിശ്വാസത്തിന് ഉയർച്ച വരാൻ പറ്റാത്ത രൂപത്തിലുള്ള ശിർക്കുകളും ബിദ്അത്തുകളും ഖുറാഫാത്തുകളും ഇസ്രാഈലിയാത്തും നിറഞ്ഞ അന്തരീക്ഷത്തിലായിരിക്കും, ആ കുടുംബ പശ്ചാത്തലത്തിലായിരിക്കും, ആ ഗ്രാമത്തിലായിരിക്കും ഞാനും നിങ്ങൾക്കും ഒക്കെ ഒരു പക്ഷേ താമസിക്കും. ഇവിടെ നിന്ന് നാം ഹിജ്റ പോകണം. ഇതാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം എന്താ? അല്ലെങ്കിൽ നാം എത്ര ഉയരാൻ ഉദ്ദേശിച്ചാലും, ആത്മീയമായി എത്ര ഉന്നതിയിലെത്താൻ ഉദ്ദേശിച്ചാലും ആത്മീയമായി നമുക്ക് ഉയരാൻ സാധിക്കില്ല. കാരണം എന്താ? ഒരുപാട് കളകൾ, ഒരുപാട് വള്ളികളും കോലുകളും വളരുമ്പോൾ നമ്മെ ചുറ്റിപ്പിടിക്കും. ഒരിക്കലും നമുക്ക് ഉയരാൻ സാധിക്കാത്തൊരവസ്ഥ വരും. ഇതാണ് ഹിജ്റ നൽകുന്ന ഒരു പാഠം എന്ന് പറയുന്നത്. ഈ സംഭവം ആണ് യഥാർത്ഥത്തിൽ ഹിജ്റയുടെ അകത്തുള്ളത്. ഹിജ്റ എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ മടിത്തട്ടുകളിൽ ഒരുപാട് പാഠങ്ങളാണ് നമുക്കുള്ളത്. ഹിജ്റ കേവലം ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്കുള്ള പലായനം മാത്രമല്ല, അതിൻ്റെ മടിത്തട്ടുകളിൽ ത്യാഗത്തിൻ്റെ കഥയുണ്ട്, തവക്കുലിൻ്റെ കഥയുണ്ട്, നല്ല സുഹൃബന്ധത്തിന്റെ കഥയുണ്ട്, ആസൂത്രണമുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, ക്ഷമയും സ്ഥിരതയുമുണ്ട്, സമൂഹ നിർമ്മാണമുണ്ട്. അള്ളാഹുവിലേക്കുള്ള നിരന്തരമായ ആത്മീയ യാത്രയാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. ഹിജ്റ വെറും ഒരു ചരിത്ര സംഭവം മാത്രമല്ല, അതൊരു ജീവിത രീതിയാണ്, ഒരു മൻഹജാണ്. വിശുദ്ധ ഖുർആൻ അത് നമുക്ക് വിവരിച്ചു തരുന്നത്. ആലോചിച്ച് നോക്കൂ, ഓരോ സമയത്തും നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിലേക്കും, നമ്മുടെ സ്വഭാവം തിരുനബിയുടെ സുന്നത്തിലേക്കും, നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതിയിലേക്കും ഹിജ്റ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നത്. അതാണ് പ്രവാചകൻ പഠിപ്പിക്കുന്ന ഹിജ്റയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അൽ മുഹാജിർ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു.
അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ വിലക്കിയിട്ടുള്ളത് അതൊക്കെ ഒഴിവാക്കുന്നവനാണ് യഥാർത്ഥ മുഹാജിർ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊക്കെ നിത്യേന ചെയ്യാനുള്ള സാങ്കേതികമായ ഹിജ്റ അന്ന് കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നും ഖിയാമത്ത് നാൾ വരെ ചെയ്യാനുള്ള ഹിജ്റ നമുക്കുണ്ട്. ആ ഹിജ്റ എന്താണ് സഹോദരന്മാരെ? തെറ്റുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ താഅത്തിലേക്കുള്ള ഹിജ്റ അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. മടിയിൽ നിന്ന് പ്രവർത്തനം, ഉത്സാഹത്തിലേക്കുള്ള ഹിജ്റ, അതേപോലെ തന്നെ നമ്മുടെ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ശിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്ത്, വിദ്വേഷം പോലുള്ള ഒരുപാട് പകകളും അതേപോലെ അന്ധവിശ്വാസങ്ങളും അതിൽ നിന്നൊക്കെ ആ തെളിമയാർന്ന ശുദ്ധമാർന്ന തൗഹീദിലേക്കുള്ള ഹിജ്റ, അതേപോലെ അശ്രദ്ധയിൽ നിന്ന് അള്ളാഹുവിന്റെ ദിക്റിലേക്കുള്ള ഹിജ്റ, ദുനിയാവിന്റെ ആസക്തിയിൽ നിന്ന് പരലോകത്തെ പറ്റിയുള്ള ചിന്തയിലേക്കുള്ള ഹിജ്റ, അതൊന്നും അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് നോക്കൂ സഹോദരന്മാരെ. ഏറ്റവും വലിയ പാഠം ഹിജ്റ പഠിപ്പിക്കുന്ന ഒരു ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം ഒരു ശാരീരികമായ ഹിജ്റ മാത്രമല്ല അവിടെ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം ദേശത്തോടും ജന്മനാടിനോടും വീടിനോടും ബാല്യകാല ഓർമ്മകളോടുമൊക്കെ അങ്ങേറ്റ സ്നേഹമുണ്ടായിരുന്നു. എന്നിട്ടും എന്തേ പ്രവാചകൻ ആ മക്ക വിട്ടു പോവാൻ കാരണം ആ അള്ളാഹുവിന്റെ തൗഹീദ് സംരക്ഷിക്കാനാണ്, അല്ലേ? വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തത്, വല്ലാഹി ഇന്നക ലഅഹബ്ബു അർളില്ലാഹി ഇലയ്യ, മക്കേ നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യമാണ്. വലൗലാ അന്ന ഖൗമകി അഖ്റജൂനി മിൻകി മാ ഖറജതു. ആ ഹിജ്റ പോകുന്ന ആ ബോർഡറിൽ വെച്ച് പിന്നോട്ട് തിരിഞ്ഞു നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാക്കാണത്. മക്കേ, നിന്നോട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാജ്യം ഈ മക്ക രാജ്യമാണ്. നിന്റെ ജനത എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ പുറത്തു പോകുമായിരുന്നില്ല എന്ന് ആ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ജന്മനാട്ടിനോടുള്ള ആ കൊതിയോട് കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കണം. സഹോദരന്മാരെ, ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. നാമൊക്കെ പക്ഷികൾ മരക്കൊമ്പത്ത് നിൽക്കുന്നത് നാം കാണുന്ന കാഴ്ചയാണ്, അല്ലേ? ആ മരക്കൊമ്പത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ആ പക്ഷികൾക്ക് ഉയർന്നു പറക്കാൻ, ഉന്നതിയിലേക്ക് പറക്കാൻ, ആകാശലോകത്തേക്ക് പറന്നുയരാൻ സാധിക്കുമോ? ഇല്ല. ഇതേ പ്രകാരമാണ് മനുഷ്യൻ ജീവിക്കുന്ന ആ ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ഖുറാഫാത്തിന്റെയും കൊട്ടാരത്തിൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങി നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ആത്മീയമായ ഉന്നതിയിലേക്ക് എത്താൻ, വിശ്വാസപരമായ ആ ഉന്നതിയിലേക്ക് എത്താൻ മനുഷ്യനൊരിക്കലും സാധ്യമല്ല എന്ന പാഠമാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഹിജ്റ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അതാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്കുള്ള പലായനം മാത്രമല്ല ഹിജ്റ, മറിച്ച് പാപത്തിൽ നിന്ന് അള്ളാഹുവിന്റെ താഅത്തിലേക്കുള്ള ഹിജ്റയാണ് യഥാർത്ഥ ഹിജ്റ എന്ന് പറയുന്നത്. നോക്കൂ സഹോദരന്മാരെ, സ്വന്തം നാട്ടിൽ ജീവിച്ചാലും ഹിജ്റ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ. എന്നാൽ ആയിരക്കണക്കിന് കിലോമീറ്റർ നിത്യവും യാത്ര സഞ്ചരിച്ചിട്ട് ഹിജ്റ ചെയ്യാത്തവരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. കാരണം എന്താ? ആ യാത്ര ചെയ്യുന്നതോടൊപ്പം പാപങ്ങളും തെറ്റുകളും ശഹവാത്തുകളും ഒഴുകുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഹിജ്റ എന്ന് പറയുന്നത് ഒരിക്കലുമില്ല. നോക്കൂ നിങ്ങൾ, ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് വിവരിക്കാൻ സാധിക്കില്ലേ? കപ്പൽ അതിന്റെ തുറമുഖത്ത് അങ്ങോട്ട് വിട്ടുവെങ്കിൽ അവിടെ ലക്ഷ്യസ്ഥാനത്തെത്തൂല ഒരിക്കലും. പിന്നെ എന്ത് വേണം? അതിന്റെ ശരിയായ ദിശയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കണം, എന്നാലേ ലക്ഷ്യസ്ഥാനത്തെത്തുള്ളൂ. ഇതേ പ്രകാരം വർഷങ്ങൾ, നമ്മുടെയൊക്കെ ആയുസ്സിൽ നിന്ന് വർഷങ്ങളും മാസങ്ങളും ഒരുപാട് കടന്നുപോയത് കൊണ്ട് നാം വിജയിക്കുന്നില്ല. മറിച്ച് യഥാർത്ഥ അള്ളാഹുവിന്റെ സിറാത്തുൽ മുസ്തഖീമിലൂടെയുള്ള ആ തൗഹീദിന്റെ മാർഗത്തിലൂടെയുള്ള ആ ദിശയിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ, അങ്ങനെ സഞ്ചരിച്ചാൽ മാത്രമേ നാം ലക്ഷ്യസ്ഥാനത്തെത്തി വിജയിക്കുകയുള്ളൂ എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും വലിയ പാഠം, ഹിജ്റ നൽകുന്ന പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് യഥാർത്ഥ തവക്കുലാണ്. ആ തവക്കുലിന് ഭൗതികമായ കാരണങ്ങൾ സ്വീകരിക്കുകയും വേണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കത്ത് നിന്ന് പുറപ്പെട്ട് ഹാറു സൗറിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ. അവിടെ ശത്രുക്കളായ ആളുകൾ നബിയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും തെരഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, ലൗ അനളറ അഹദുഹും തഹത ഖദമൈ ലറആനാ എന്ന് പറയുന്നുണ്ടല്ലോ. അവർ നമ്മുടെ കാൽ ചുവട്ടിലൂടെ, തായ് ഭാഗത്തിലൂടെ നോക്കുകയാണെങ്കിൽ ആ ശത്രുക്കൾ നമ്മെ കാണും നബിയെ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത് എന്താ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഹദീസിലുള്ളത് മാ ദന്നുക ബിഇസ്നൈൻ
അല്ലാഹു സാലിസുഹുമാ. നോക്കൂ നിങ്ങൾ, അബൂബക്കറെ, എന്താ നീ ചിന്തിക്കണത്? നമ്മൾ രണ്ടാളോടൊപ്പം മൂന്നാമൊരുത്തനായി അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസമുണ്ടെങ്കിൽ എന്താ നമുക്കിവിടെ വരാൻ പോകുന്നത്? നോക്കുന്നു, ലോകം പർവ്വതങ്ങളെപ്പോലും ഭൂമിയെപ്പോലും കുലുക്കിയ ഒരു വാക്കായിരുന്നു പ്രവാചകന്റെ ആ വാക്ക്. ആലോചിച്ചു നോക്കൂ, ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വാക്ക്, ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച വാക്ക്. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള പാഠം. ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ പ്രയാണത്തിൽ, സഞ്ചാരത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും മുള്ളിങ്കട്ടുകളും ഒപ്പിച്ചെല്ലുകളും ഒക്കെ ഉണ്ടാവും. അവിടെയൊക്കെ നാം ഓർക്കണം, ജീവിതത്തിൽ അള്ളാഹുവിന്റെ സഹായം ഏത് മുള്ളിങ്കെട്ടുണ്ടായാലും അതൊക്കെ നീക്കിത്തരാൻ റബ്ബിന് സാധിക്കും എന്ന വിശ്വാസമാണ് നമുക്കുണ്ടാവേണ്ടത്. അതാണ് തവക്കുൽ. ആ വിശ്വാസം മാത്രം ഉണ്ടായാൽ പോരാ, അങ്ങനെ അള്ളാഹുവിൽ ആശ്രയിച്ചാൽ മാത്രം പോരാ. ഭൗതികമായ കാരണങ്ങൾ സ്വീകരിക്കണം, മുഴുവൻ ഭൗതികമായ കാരണങ്ങളും സ്വീകരിക്കണം, മാർഗങ്ങൾ സ്വീകരിക്കണം. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രാ മിഅ്റാജിന്റെ രാത്രി ഏതാനും നിമിഷങ്ങളെ കൊണ്ട് ആ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിച്ചെങ്കിൽ എന്തുകൊണ്ട് റബ്ബ് തമ്പുരാന് ആ മക്കത്ത് നിന്ന്, ആ ഖുറൈശികളുടെ ഉപദ്രവത്തിൽ നിന്ന് ഒരു സെക്കൻഡ് കൊണ്ട് രക്ഷിക്കാൻ റബ്ബിന് സാധിക്കില്ലേ? പക്ഷേ അങ്ങനെ പോയില്ല. വളരെ പ്ലാനോടുകൂടി, ആസൂത്രണത്തോടുകൂടി എല്ലാ ഭൗതികമായ കാരണങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പുറപ്പെട്ടത്. നോക്കൂ നിങ്ങൾ, ശരിയായ കൂട്ടുകാരനെ മുറുകെ പിടിച്ചു അല്ലേ? മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിനെ യാത്രാ സമയം ക്ലിപ്തപ്പെടുത്തി, വഴികാട്ടിയെ നിയമിച്ചു, പതിവ് വഴിയല്ലാതെ മറ്റൊരു വഴി നിശ്ചയിച്ചു, ഗുഹയിൽ ഒളിച്ചിരുന്നു, യാത്രാ പദ്ധതി തയ്യാറാക്കി, വിവരശേഖരണത്തിന് വേണ്ടിയുള്ള ആളുകളെ നിശ്ചയിച്ചു, ഭക്ഷണം കൊണ്ടുവരാൻ ആളുകളെ അപ്പോൾ ഒരു യാത്രയ്ക്ക് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും, അതേപോലെ ഭൗതികമായ എന്തൊക്കെ കാരണങ്ങളുണ്ടോ അതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്, ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്നകും തതവക്കലൂന അലല്ലാഹ് ഹഖ്ക തവക്കുലിഹി ലറസകകും കമാ യുർസഖു തൈർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കേണ്ട വിധം ഭരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ഭക്ഷണം റിസ്ക് നൽകുന്നത് പോലെ അല്ലാഹു തആല നിങ്ങൾക്ക് റിസ്ക് നൽകും എന്ന് അല്ലാഹു തആല പറയുന്നു. സഹോദരന്മാരെ, പക്ഷികൾ എന്ന് പറയുന്നത് അതിന്റെ കൂട്ടിലിരിക്കുകയല്ല, രാവിലെ പുറപ്പെടുന്നുണ്ട്. അതിരാവിലെ ആ പക്ഷികൾ ഭക്ഷണം തേടി പുറപ്പെടുന്നു. ആ ഒരു കാരണം നാം സ്വീകരിക്കണം, എന്നിട്ട് തവക്കുൽ ചെയ്യണം എന്നതാണ് അത് നമ്മെ അതേപോലെ അതിൽ നിന്ന് നമുക്ക് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന കാലമത്രയും ഒരു ഉറ്റ ഫ്രണ്ട്, സ്വാലിഹായ ഒരു സുഹൃത്തിനെ നാം സ്വീകരിക്കണം. നല്ല സുഹൃത്തുക്കളെ സ്വീകരിക്കാൻ പാടുള്ളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹുവിനെ സ്വീകരിച്ച്? ധനാഢ്യനായതുകൊണ്ടല്ല, ശക്തനായതുകൊണ്ടല്ല അല്ലേ? എന്ത് ശക്തിയായുള്ളത്? താടി നരച്ച വയസ്സായ ആൾക്ക് എന്ത് ശക്തിയുള്ളത്? പക്ഷെ എന്തുകൊണ്ട് സ്വീകരിച്ചു? അതാണ് ആത്മാർത്ഥമായ ആ സ്നേഹവും സത്യസന്ധതയും വിശ്വാസവും ഉള്ളത് കൊണ്ടാണ് മഹാനായ അബൂബക്കറിനെ സുഹൃത്തായി സ്വീകരിച്ച്. അതുകൊണ്ട് നാം ഒക്കെ ജീവിതയാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ഉത്തമ സുഹൃത്തിനെ സ്വീകരിക്കണം. അല്ലെങ്കിൽ എന്താ, നമ്മുടെ യാത്രയിൽ പല തകരാറുകളും നമ്മുടെ ജീവിതം ചിലപ്പോൾ തെറ്റിലേക്ക് പോവാൻ അത് കാരണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മർഉ അലാ ദീനി, ഒരു മനുഷ്യനെ നാം അളക്കേണ്ടത് അവന്റെ ദീനനുസരിച്ചാണെന്ന്, അതിനനുസരിച്ചായിരിക്കും ആ മനുഷ്യൻ എന്നുള്ള. മറ്റൊരു റിവായത്തിൽ കാണാം, നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് കസ്തൂരി വിൽപ്പനക്കാരനെ പോലെ. എന്തായുള്ള പ്രത്യേകത? ഒന്നുകാ കസ്തൂരി നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ ആ അയാൾ അടുത്ത് നിൽക്കുമ്പോൾ അതിന്റെ വാസനെങ്കിലും നമുക്ക് കിട്ടും അല്ലേ? എന്നാൽ ചീത്ത സുഹൃത്ത് എന്ന് പറയുന്നത് കൊല്ലന്റെ ബ്ലോവർ പോലെയാണ്. ആ ബ്ലോവറിന്റെ പ്രത്യേകത എന്താ? നമ്മളെ ഷർട്ടും മുണ്ടും മാത്രം കരിയാവുകയല്ല, മറിച്ച് അതിന്റെ മുമ്പ് നമ്മുടെ ഹൃദയം കരിച്ചു കളയും എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ആരെ കൂട്ടുകൂടുന്നു വളരെ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ എന്താ, ഉള്ള ഖുർആൻ ദർസും നിൽക്കും, ഇന്നിപ്പോ പോണ്ട, മറ്റോ പറയും, മറ്റോനും പറയും, ഇന്നിപ്പോ ശരി നമ്മൾ അത് കാണാൻ പോകും അല്ലേ? ആരാ അവിടെ വഴിപേടിച്ചത്? ആ സുഹൃത്താണ്. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളെ അല്ലാതെ നാം കൂട്ടുകൂടരുത് സഹോദരന്മാര്. ഈ ഒരു വലിയ പാഠം അത് നമ്മെ പഠിപ്പിക്കും. മറ്റൊരു പാഠം, പരീക്ഷണങ്ങൾ ഉണ്ടാവും, മരണം വരെ പരീക്ഷണം ഉണ്ടാവും. ആ പരീക്ഷണങ്ങളില്ലാതെ ഒരു നിമിഷം പോലും കാല് മുന്നോട്ട് വെക്കാൻ എനിക്കും നിങ്ങൾക്കും ദുനിയാവിൽ ആർക്കും സാധ്യമല്ല. കാരണം എന്താ?
അമ്പിയാക്കൾ മുഴുവൻ ഈ പരീക്ഷണങ്ങൾക്ക് വിധേയമായവരാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിൽ കൊണ്ടുപോയിട്ടു അല്ലേ? മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔനും കൂട്ടരും കൊല്ലാൻ വേണ്ടി പിന്നാലെ കൂടി അല്ലേ? അതേപോലെ നൂഹ് നബി അലൈഹിസ്സലാമിനെ കപ്പലുണ്ടാക്കിയപ്പോൾ ആളുകൾ പരിഹസിച്ചു അല്ലെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ആർക്കാ വിജയം കിട്ടിയത്? വൽ ആഖിബത്തുൽ ലിൽ മുത്തഖീൻ, വൽ ആഖിബത്തുൽ ലിൽ മുത്തഖീൻ. പര്യവസാനം ആർക്ക് വന്നു? വിജയം ആ പ്രവാചകന്മാർക്ക് വന്നു എന്ന്. ഇതാണ് ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്ന പാഠം. നമ്മുടെ ഈ ദുനിയാവിലെ റൂട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരവതാനി ധരിച്ച റൂട്ടുകളല്ല, റബ്ബറൈസ്ഡ് റോഡുകളല്ല. മുള്ളൻകെട്ടുകളും കുപ്പിച്ചില്ലുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അവിടേക്ക് നാം ഉറച്ചു നിന്നുകൊണ്ട്, തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട്, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന്, ദീനിനെ മൃഗ പിടിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ടായിരിക്കണം നാം മുന്നോട്ട് പോകേണ്ടത്. കാരണം എന്താ? സ്വർണം അതിനാ തിളക്കം കിട്ടപ്പോഴാണ് തീയിലിട്ട് ഉരുക്കി അല്ലെ ആ സ്വർണം യഥാർത്ഥത്തിൽ ക്ലിയറായ പ്യൂറായ സ്വർണമാകുള്ളൂ. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൂടുന്തോറുമാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ തൗഹീദ് ക്ലിയർ ആകുന്നത്. അതിനാണ് പടച്ച തമ്പുരാൻ നമുക്ക് ഈ രൂപത്തിലുള്ള സബർ പരീക്ഷണം നൽകുന്ന സഹോദരന്മാർ. മറ്റൊരു പാഠം, ക്ഷമയ്ക്ക് ശേഷം എന്തായാലും വിജയം ഉണ്ടാവും അല്ലേ? ഹിജ്റയ്ക്ക് ശേഷം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ മക്കായിലെ മുശ്രിക്കുകളുടെ പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഏറ്റതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ അവിടെ ഒരു ഉത്തമ സമുദായം രൂപപ്പെടുക. ഇതിനേക്കാൾ വലിയ വിജയം എന്താണ്? നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഫത്ഹ് മക്ക ലഭിക്കുകയാണ് അല്ലേ? ഇന്ന മഅൽ ഉസ്രി യുസ്ര. ജീവിതത്തിൽ പ്രയാസത്തോടൊപ്പം ഒരു സൗകര്യം, ഒരു എളുപ്പം ഉണ്ടാകുക തന്നെ ചെയ്യും എന്ന പാഠം അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആലോചിച്ചു, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. അദ്ദേഹത്തെ കിണറ്റിൽ കൊണ്ടുപോയി എറിയപ്പെട്ടു, അടിമയായി വിൽക്കപ്പെട്ടു, അനർഹമായി ജയിലടക്കപ്പെട്ടു. അവസാനം എന്താ? ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറുകയാണ്. ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മുന്നിൽ കടൽ, പിന്നിൽ ശത്രുക്കളായ ഫിർഔനും കൂട്ടരും അല്ലേ? മൂസാ നബിയുടെ ജനത പറഞ്ഞു, ഇന്നാലെ മുദറകൂൻ, ഇതാ ഞങ്ങൾ പിടികൂടാൻ പോവുകയാണ്. പക്ഷേ മൂസാ നബി അവിടെ പറഞ്ഞത് എന്താ? കല്ലാ ഇന്ന മഇ റബ്ബി സയഹ്ദീൻ. ഒരിക്കലുമില്ല, എന്റെ രക്ഷിതാവ് എനിക്കൊരു മാർഗം കാണിക്കും. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രക്ഷയുമില്ല എന്ന് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന ആ സന്ദർഭത്തിൽ ആ ബഹറിനെ, ആ സമുദ്രത്തെ പിളർത്തിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമും കൂട്ടരും രക്ഷപ്പെടുകയാണ്. അല്ലാഹു രക്ഷ നൽകുകയാണ്. ആലോചിച്ചു, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് പ്രാവർത്തികമാക്കണം സഹോദരന്മാർ. ജീവിതയാത്രയിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. ആ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്യും. യഥാർത്ഥ തൗഹീദിലുള്ള അടിയുറച്ച വിശ്വാസമുള്ളവർക്ക് ഇതിന് സാധിക്കുന്ന വലിയ പാഠമാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും ഹിജ്റയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആ മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇഖ്വാനി ഫില്ലാഹി ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടെയൊക്കെ വിശുദ്ധ ഖുർആനിന്റെ പാഠങ്ങൾ നാം ജീവിതത്തിൽ മുറുകെ പിടിക്കണം. നോക്കൂ, നിങ്ങൾ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ച വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്ന പ്രവാചകനാണല്ലോ നൂഹ് നബി അലൈഹിസ്സലാം അല്ലേ? 980 കൊല്ലക്കാലം പ്രബോധനം നടത്തിയിട്ടുണ്ട്. ആ നൂഹ് നബി അലൈഹിസ്സലാമിനോട് ഒരു വിഭാഗം ആളുകൾ വന്ന് ചോദിക്കും, എന്താ നൂഹ് ദുനിയാവ് എന്ന് പറയുന്നത്? അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാം പറയാണ്, ദുനിയാവ് എന്ന് പറയുന്നത് ഒരു കുടിൽ പോലെയാണ്, ഒരു വീട് പോലെയാണ്. ആ കുടിലിന് 2 ഗേറ്റ് ഉണ്ട്. ഒരു ഗേറ്റിലൂടെ കടന്നു വന്നു, മറ്റൊരു ഗേറ്റിലൂടെ കടന്നു പോയി. ഇതാണ് ദുനിയാവ്. അപ്പോൾ അത് നമ്മെ പഠിപ്പിക്കുന്ന സമയം, നമ്മുടെ ജീവിതമാകുന്ന ആയുസ്സാകുന്ന ഈ സമയം പെട്ടെന്ന് കടന്നു പോകും സഹോദരന്മാരെ. കഅന്നഹും യൗമ യറൗനഹ, നാളെ മരിച്ച് അന്ത്യനാളിനെങ്ങനെ കണ്ണുകൊണ്ട് കാണുന്ന ആ സന്ദർഭത്തിൽ അവർക്ക് മനസ്സിലാകും, ലം യൽബസു ഇല്ലാ അശിയത്തൻ ഔ ദുഹാഹ, ഈ ദുനിയാവിൽ ഒരു വൈകുന്നേരമോ ഒരു പ്രഭാതമോ ഒരു പ്രദോഷമോ മാത്രം, അത്രയും സമയം മാത്രമേ ഞങ്ങളിവിടെ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് അവിടെ വെച്ച് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് സഹോദരന്മാരെ, വെള്ളം ഒരിക്കലും മുന്നോട്ടൊഴുകിയ വെള്ളം അതൊരിക്കലും തിരിച്ചൊഴുകാറില്ലല്ലോ. ഇതേപോലെ നമ്മുടെ ശ്വാസത്തിൽ നിന്ന്
നമ്മൾ ശ്വാസം അയച്ച ഒരു ശ്വാസവും തന്നെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് ഈ ഒരു സംഗതി ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ആത്മവിചാരണ ചെയ്യണം. ഹാസിബു ഖബ്ല അൻ തുഹാസബു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഒരു വിചാരണ വരാനുണ്ട്. ആ വിചാരണയ്ക്ക് മുമ്പ് നാം ആത്മപരിശോധന നടത്തുക. അത്തരം മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് അറിയാതെ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ, മുമ്പേ കടന്നുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, സംഘടനാ പ്രവർത്തകർ, ഭാരവാഹികൾ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അല്ലാഹുമ്മ സല്ലി അലൈഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منكم والأموات. ربنا ارفع عنا البلاء والوباء والضراء والبأساء وأدم علينا النعم وادفع عنا النقم وزكي نفوسنا أنت خير من زكاها. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم احفظ الكويت وأهلها من كل شر ومكروه واجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. اللهم وفق أميرنا وولي عهده لما تحب وترضى وخذ بنواصيهما للبر والتقوى. وآخر دعوانا أن الحمد لله رب العالمين.